ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വെജ് ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓളുകൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ബിരിയാണി റെസിപ്പി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് നമ്മുടെ അരിയെല്ലാം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു കടായിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മൾ വെച്ച് കൊടുത്ത വെള്ളം എല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 കപ്പ് അളവിലാണ് അരി എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ബസ്മതി റൈസാണ്. അപ്പോൾ ഇതിലേക്ക് ഒന്ന് ചേർക്കുകയാണ്. 300 ഗ്രാം അളവിലാണ് അരി എടുത്തിട്ടുള്ളത്. ഈ കപ്പിന് 1.5 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മുടെ മെഷർമെൻറ്റ് കപ്പിൽ 1.5 കപ്പാണ്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ അരിയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിക്കോളും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് വേവിച്ചെടുക്കരുത്. അതായത് പെർഫെക്റ്റ് കുക്കായിട്ട് അങ്ങനെ അരിയെല്ലാം വെന്ത് കിട്ടാൻ പാടില്ല. ഒരു 80% മാത്രമേ നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടി പാടുള്ളൂ. ഇപ്പോൾ നമ്മുടെ വെള്ളം എല്ലാം തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 12 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ റൈസ് എല്ലാം നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 80% മാത്രമേ വെന്തിട്ടുള്ളൂ. നല്ലതുപോലെ കുക്കായിട്ടില്ല. കാരണം ഈ ചൂടിലിരുന്നിട്ട് വീണ്ടും കുറച്ചുകൂടി വേകും. അതിനുശേഷം പിന്നീട് നമ്മളിത് വീണ്ടും ചൂടാക്കുമ്പോഴത്തേക്കും വീണ്ടും ഒരല്പം കൂടി നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടും. അതിൻ്റെ പേരിലാണ് ഈ ഒരു രീതിക്ക് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് പരസ്പരം ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരല്പം എണ്ണയും കൂടി ഇതിന് മുകളിലേക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലെ കംപ്ലീറ്റ് വെള്ളം ഒന്ന് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് എടുക്കാം. അരി ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഇതുപോലെ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് എണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാനിപ്പോൾ എണ്ണ ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ ഒന്ന് നന്നായി ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ്, ഞാനിപ്പോൾ ഇതുപോലെ ഒരു ചെറിയ 2 പീസിൽ കറുവാപ്പട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ഏലയ്ക്ക, ഒരു 3 ഗ്രാമ്പൂവും ഒരു തക്കോലും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇതുകൂടി ഇതിലേക്ക് ചേർക്കാം. കൂടെ തന്നെ ഒരു 2 വൈനയിലയും കൂടി ചേർക്കുകയാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ്, ഞാനിപ്പോൾ ഇതുപോലെ ഒരു വലിയ സവാളയിൽ ഒരു സവാള എടുത്തിട്ടുണ്ട്. അതുകൂടി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അതും കൂടി ചേർക്കാം. സവാളയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. നല്ലൊരു ഗോൾഡൻ കളറിൽ നിന്ന് കുറച്ചും കൂടി കളറാകുന്നത് വരെയും നമ്മൾ നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. എല്ലാം വളരെ കുറച്ച് മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. അതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ ഇതെല്ലാം ഒന്ന് വഴണ്ടി കിട്ടിക്കോളും. ഇപ്പോൾ നമ്മുടെ സവാളയുടെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടില്ല, എന്നാലും കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും ആകുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ്, ഇതുപോലെ 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകമാണ്, മുഴുവൻ പെരിഞ്ജീരകം. അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതും ചേർക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും ഫസ്റ്റിലേ നമ്മൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സവാളയൊക്കെ ഇത്രയും വഴണ്ട് വരുന്ന സമയം കൊണ്ട് അതൊക്കെ ഒന്ന് കരിഞ്ഞു പോകും. അതിൻ്റെ പേരിലാണ് ഈ ഒരു സമയം ചേർക്കുന്നത്. അപ്പോൾ ഈ എണ്ണയുടെ ഈ ചൂട് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതെല്ലാം ഒന്ന് മുരിഞ്ഞ് കിട്ടിക്കോളും. നമ്മുടെ ജീരകവും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി പച്ചക്കറികളും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലിയ ക്യാരറ്റിൽ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അത് ചേർക്കുകയാണ്. തീരെ പൊടിയായിട്ട് അരിയാൻ വേണ്ടി നിൽക്കരുത്. കൂടെ തന്നെ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കോളിഫ്ലവറും കൂടിയാണ്. അപ്പോൾ ഈ കോളിഫ്ലവർ കുറച്ച് വിനാഗിരി വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലെ ഇൻസെക്ട്സ് ഒക്കെ ഒന്ന് പോയി കിട്ടും. അതുപോലെ തന്നെ പിന്നെ വേണ്ടതാണ്, അത്യാവശ്യം വലിയ ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് സ്ക്വയറായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർക്കുകയാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഒരു ക്യാപ്സിക്കം, ചെറിയ ക്യാപ്സിക്കത്തിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ഇതെല്ലാം നമ്മളൊന്ന് വഴറ്റിയെടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞ് ഇതിൻ്റെ കൂടെ ഒന്ന് ചേർന്ന് കിട്ടിക്കോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത് കേട്ടോ. ഇതെല്ലാം ഒന്ന് വെന്ത് കുഴഞ്ഞ് നമ്മുടെ മസാലയിലേക്ക് ഒന്ന് ചേരുമ്പോഴത്തേക്കും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ കൊടുക്കും. ഇനി ഒന്ന് ഫ്ലെയിമൊക്കെ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു 1-2 മിനിറ്റോളം നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. നന്നായിട്ട് ഇതെല്ലാം ഒന്ന് ചൂടായി കിട്ടാൻ വേണ്ടി മാത്രം ഒന്ന് വഴറ്റി കൊടുക്കാം.
ദാ ഇപ്പോൾ നമ്മുടെ പച്ചക്കറികളെല്ലാം നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകളും കൂടി ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ആവശ്യമായിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർക്കുകയാണ്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കണം. നന്നായിട്ട് നമ്മുടെ ഈ മസാല എല്ലാം ഒന്ന് വെജിറ്റബിൾസിലെല്ലാം ഒന്ന് പിടിച്ച് കിട്ടുന്നത് പോലെ ചെറിയ രീതിയിലെല്ലാം ഒന്ന് വഴറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ എല്ലാ പച്ചക്കറികളിലും നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1/2 കപ്പ് അളവിൽ തൈരും കൂടി. അധികം പുളിയില്ലാത്ത തൈരാണ്. നല്ല പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു അല്പം കൂടി കുറച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ആ തൈര് കൂടി നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മുടെ ഈ പച്ചക്കറികളൊക്കെ ഒന്ന് വെന്ത് കിട്ടാനും ആവശ്യമായിട്ടുള്ള ഒരല്പം മാത്രം വെള്ളം, ഒരുപാട് വെള്ളം ചേർക്കണ്ട. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഇതുവരെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ പച്ചക്കറികൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലുള്ള ഈ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ പച്ചക്കറികളെല്ലാം ആവശ്യത്തിന് വെന്തിട്ടുണ്ടാവും. അതിൻ്റെ പേരിലാണ് ഞാൻ പറയുന്നത് ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, വളരെ കുറച്ച് മാത്രം മതിയാവും. ഫ്ലെയിം ഹൈയിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാവും, ഒരുപാട് കുറച്ച് വയ്ക്കരുത്. എങ്കിൽ പിന്നെ ഇതെല്ലാം കൂടി വെന്ത് കുഴഞ്ഞു പോകും. നമുക്ക് അങ്ങനെ ആ ഒരു രീതിക്ക് വെന്ത് കുഴയേണ്ട ആവശ്യമില്ല. നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ കംപ്ലീറ്റ് വെള്ളവും നന്നായിട്ടൊന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. എല്ലാ പച്ചക്കറികളും നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് വെള്ളം പോലെ ഉണ്ട്. ആ കുറച്ച് ഗ്രേവി അങ്ങനെ തന്നെ ഉണ്ടാവണം. ഇതൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുകയാണ് ഞാൻ. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചോറും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒരല്പം ഗ്രേവിയോട് കൂടി മാത്രമേ നമ്മുടെ ഈ ചോറ് ചേർക്കാൻ പാടുള്ളൂ. ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ഇതെല്ലാം മാറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം ആ ചൂടിലിരുന്നിട്ട് അത് വീണ്ടും കൂടുതൽ വെന്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. കൂടെ തന്നെ ഇതിലേക്ക് ഒരല്പം മല്ലിയിലയും കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നന്നായിട്ട് നമ്മുടെ ഈ മസാലക്കൂട്ടെല്ലാം നമ്മുടെ ചോറിലേക്ക് നല്ലതുപോലെ ഒന്ന് പിടിക്കുന്നത് പോലെ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പേരിലാണ് ഞാൻ ഇതിലേക്ക് ഒരല്പം ഗ്രേവി വേണം എന്ന് പറയുന്നത്. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ചോറിലേക്ക് ഈ ഗ്രേവി എല്ലാം പിടിച്ചിട്ട് അതിൽ കറക്റ്റ് ആ മസാലക്കൂട്ടെല്ലാം കറക്റ്റായിട്ട് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മസാല എല്ലാം ചോറിൽ കറക്റ്റായിട്ടൊന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഞാനൊന്ന് നെയ്യിലിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. ഒരു 2 ടീസ്പൂൺ അളവിൽ കുറച്ച് നെയ്യും കൂടി. നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നല്ല ചൂടോടുകൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ ഇത് എന്തുമാത്രം ടേസ്റ്റി ആയിട്ടുണ്ടാവുന്നു നമ്മുടെ ഈ വെജ് ബിരിയാണി. ഉറപ്പായിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കണം. കൂടെ സൈഡായിട്ട് നല്ലൊരു സാലഡും മാത്രം, തൈര് ചട്നി മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. വേറെ ഒന്നും സ്പെഷ്യലായിട്ട് ആവശ്യമേ ഇല്ല. അതുമില്ലെങ്കിലും വെറുതെയും കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നൊരു പ്രചോദനം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.